ഹായ് ഫ്രണ്ട്സ്, ഞാൻ സച്ചി ദേവി ലാവൻഡർ ചേർത്തല. ഇന്ന് നമ്മൾ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ 4ഓളം പാറ്റേൺ വരുന്നുണ്ട്. ക്രിസ്മസ് കളക്ഷൻ ഉൾപ്പെടെ 4ഓളം പാറ്റേൺ വരുന്നുണ്ട്. എല്ലാം തന്നെ നല്ല വെറൈറ്റി ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പിലും ഇതെല്ലാം അവൈലബിൾ ആണ്. നമ്മൾ ഓൺലൈൻ ചെയ്യുന്ന എല്ലാ കളക്ഷൻസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യാൻ അറിയാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ വാട്സപ്പ് ഓർഡർ എടുക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ വിളിക്കേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ 9:30 മുതൽ വൈകിട്ട് 6:30 വരെയാണ്. അതിനുള്ളിൽ എപ്പോൾ വിളിച്ചാലും അവർ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. കോൾ ചെയ്ത് തന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യണം കേട്ടോ. മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടാൻ വൈകും, അതുകൊണ്ടാണ് കോൾ ചെയ്യാൻ പറയുന്നത്. നമ്മുടെ ഗിവയുടെ കാര്യം ആരും മറക്കരുത്. എല്ലാവരും തന്നെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഷെയർ ചെയ്യുന്ന എല്ലാവരും തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് വാട്സപ്പ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഗിവയിൽ പങ്കെടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് കണ്ടു. ലാവൻഡർ കിഡ്സ് ആൻഡ് ക്വീൻസ്, ടെമ്പിൾ റോഡ്, ചേർത്തല. ഫസ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു മോഡലാണ്. അത് ഫ്രോക്കായിട്ടും കുർത്തിയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അതിലെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ്. നമ്മുടെ പാർട്ടി വെയറിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. അതും ഡബിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഒരു ബ്രിക്ക് ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. യോക്കിലായിട്ട് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. അത് വൈഡായിട്ടുള്ള നെക്ക് വന്നിട്ട് ഫ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ യോക്കിലാണ് ആ ഒരു വൈറ്റ് ഷെയ്ഡ്. എന്നിട്ട് ഒരു ചുങ്കിടി മോഡലാണ് യോക്കിൽ വന്നിരിക്കുന്ന ആ ഒരു പ്രിന്റ്. സ്ലീവ് ഇതേപോലെ 3/4 സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിലായിട്ടും ആ ഒരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. 16 ആണ് സ്ലീവിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത്. സ്ലീവിൽ ലൈനിങ് ഇല്ല, ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടെയാണ് വന്നിരിക്കുന്നത്. ഏലയും കട്ടിലാണ് കുർത്തി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് 46 ആണ്. ഇത് നമുക്ക് മീഡിയം, ലാർജ്, XL, XXL സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എൻ്റെ പ്രൈസ് വരുന്നത് 639 ആണ്. ഇതാണ് എൻ്റെ ഗ്ലോസറി വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ്. യോക്കിലായിട്ട് ഇതേപോലെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് വരുന്നത്. യോക്കിൽ ഓഫ് വൈറ്റ് വന്നിട്ട് ഒരു ബാട്ടിക് പ്രിൻ്റ് പോലെയാണ് വന്നിരിക്കുന്നത്. താഴത്തേക്ക് നല്ലൊരു ബ്രിക്ക് ഷെയ്ഡാണ് കയറിയിരിക്കുന്നത്. ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ്. സ്ലീവിൽ ലൈനിങ് ഇല്ല. ഇതേപോലെ സ്ലീവിൻ്റെ എൻഡിലായിട്ടും ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത്. നല്ല ഭംഗിയാണ് ആ ഒരു കളർ കോമ്പിനേഷൻ കാണാനായിട്ട്. എല്ലാം തന്നെ നല്ല കളറുകളിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു നേവി ബ്ലൂ ഓഫ് വൈറ്റ് കോമ്പിനേഷനാണ്. ഇതാണ് എൻ്റെ ഗ്ലോസറി വരുന്നത്. യോക്കിലായിട്ട് ഓഫ് വൈറ്റിൽ ഒരു ബാട്ടിക് പ്രിൻ്റാണ് കയറിയിരിക്കുന്നത്. ബോഡി പോർഷൻ താഴത്തേക്ക്, അതായത് യോക്ക് കഴിഞ്ഞ് താഴത്തേക്ക് ഇതേപോലെ ഡാർക്ക് നേവി ബ്ലൂ ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഒരു മെറൂണും മജന്തയും ബ്ലെൻഡ് ആയിട്ടുള്ള ഷെയ്ഡാണ് താഴത്തേക്ക് വന്നിരിക്കുന്നത്. യോക്കിൽ ഓഫ് വൈറ്റ് ആണ് വരുന്നത്. ഇതാണ് എൻ്റെ ഗ്ലോസറി വരുന്നത്. യോക്കിലായിട്ട് ഇതേപോലെ ഒരു ബാട്ടിക് പ്രിൻ്റാണ് ഓഫ് വൈറ്റിൽ വന്നിരിക്കുന്നത്. ഫ്രില്ല് വരുന്നുണ്ട് നെക്കിലായിട്ട്. 3 ലെയറിലാണ് വരുന്നത്. ബോഡി പോർഷനിൽ താഴത്തേക്ക് വരുമ്പോൾ ഇതേപോലെ ഒരു മെറൂണും മജന്തയും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വരുന്നത് ടീൽ ബ്ലൂ ഷെയ്ഡാണ്. ഇതാണ് എൻ്റെ ഗ്ലോസറി വരുന്നത്. ഇതേപോലെ യോക്കിലായിട്ട് ഫ്രില്ല് വരുന്നുണ്ട്. താഴത്തേക്ക് വരുമ്പോൾ ഇതേപോലെ നല്ല ഭംഗിയുള്ള ടീൽ ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പീച്ച് ഷെയ്ഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. ഇതാണ് എൻ്റെ ഗ്ലോസറി വരുന്നത്. യോക്കിലായിട്ട് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഒരു ബാട്ടിക് പ്രിൻ്റ് പോലെയാണ് വന്നിരിക്കുന്നത്. നെക്കിലായിട്ട് ഫ്രില്ല് വരുന്നുണ്ട്. താഴത്തേക്ക് വരുമ്പോൾ ഇതേപോലെ നല്ല ഭംഗിയുള്ള പീച്ച് ഷെയ്ഡാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. ഇതാണ് എൻ്റെ ഗ്ലോസറി വരുന്നത്. യോക്കിലായിട്ട് വൈറ്റിൽ ഒരു ബാട്ടിക് പ്രിൻ്റാണ് കയറിയിരിക്കുന്നത്. താഴത്തേക്ക് വരുമ്പോൾ ഇതേപോലെ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ഇതിൻ്റെ സൈസസ് വരുന്നത് മീഡിയം, ലാർജ്, XL, XXL സൈസാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 639 ആണ്. നെക്സ്റ്റ് മോഡൽ നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളി ഒരു മോഡലാണ്. അതും പോഞ്ചോ ടൈപ്പിൽ വരുന്ന കുർത്തിയായിട്ടും ഫ്രോക്കായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ കളക്ഷനാണ്. അതിൽ സ്ലബ് സിൽക്കിലാണ് അതിൽ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡാണ് വരുന്നത്. ഓൾറെഡി നെക്ക് കൊടുത്തിരിക്കുന്നത് യൂനക്കാണ് വരുന്നത്. അതിൽ പോഞ്ചോ വന്നിരിക്കുന്നത് നെറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ചെറിയ ചെറിയ ത്രെഡ് വർക്കും സ്വീക്വൻസ് വർക്കും ഉണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് റെഡ് ഷെയ്ഡ് കാണിച്ചത് നിങ്ങൾക്ക് ക്രിസ്മസിന് വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. സ്ലീവ് ഇതിലിപ്പോൾ അറ്റാച്ച് ചെയ്തിട്ടില്ല. സ്ലീവ് ഓൾറെഡി ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അത് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതിൽ ഓൾറെഡി ടൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വെയ്സ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. ഇതിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് 45 ആണ്. ഇതിൽ ലൈനിങ് വന്നിട്ടില്ല. സ്ലബ് ആയതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. അതും അമ്പല, സാധാരണ നമുക്ക് സ്ലബ് സിൽക്കിൽ സൈഡ് സ്ലിറ്റാണ് എപ്പോഴും വരുന്നത്. ഇതിപ്പോൾ അമ്പല വന്നപ്പോഴേക്കും നല്ല ഭംഗിയാണ്, നല്ല ഫ്ലെയറോട് കൂടിയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സൈസസ് വരുന്നത് മീഡിയം, ലാർജ്, XL, XXL സൈസാണ്. പ്രൈസ് വരുന്നത് 559 ആണ്. അപ്പോൾ മിസ് ചെയ്യരുത്, പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. ഇതാണ് എൻ്റെ ഗ്ലോസറി വരുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡാണ്. അതിൽ ഇതേപോലെയാണ് ആ ഒരു നെറ്റിൽ ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത്. യൂനക്കാണ് വരുന്നത്. അതിൽ തന്നെ ചെറിയൊരു പൈപ്പിംഗ് വന്നിട്ടുണ്ട് നെക്കിലായിട്ട്. ഇങ്ങനെയാണ് വരുന്നത്. നല്ല രസമുള്ളൊരു
കളക്ഷനാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതേപോലെ വരും. സ്ലീവ് ഓൾറെഡി ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത്. നല്ല ഫ്ലെയർ വരുന്നുണ്ട്. ഇതേപോലെ നല്ല ഫ്ലെയറിലാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ടൈ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഓർഡർ ചെയ്യാൻ കൊണ്ടു നടക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടില്ല. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡാർക്ക് ബ്ലാക്ക് കളറാണ്. ഇതാണ് എൻ്റെ ക്ലോസ് വ്യൂ വരുന്നത്. നല്ല ഡാർക്ക് ബ്ലാക്കാണ് വരുന്നത്. അതിൽ തന്നെ ആ ഒരു പോഞ്ചോ വന്നിരിക്കുന്നത് ബ്ലാക്കിൽ ത്രെഡ് വർക്കും സ്വീക്വൻസ് വർക്കോടും കൂടിയാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് മജന്ത ഷെയ്ഡാണ്. ഇതാണ് എൻ്റെ ക്ലോസ് വ്യൂ വരുന്നത്. യോക്കിലായിട്ട് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും സ്വീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. ബോഡി പോർഷൻ ഇതേപോലെ വരും. നല്ല രസമുള്ളൊരു ഡാർക്ക് മജന്ത ഷെയ്ഡാണ് വരുന്നത്. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ്. ഇതാണ് എൻ്റെ ക്ലോസ് വ്യൂ വരുന്നത്. നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സൈസസ് വരുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 559. നെക്സ്റ്റ് മോഡൽ നോക്കാം. നെക്സ്റ്റ് വരുന്നത് സ്ലബ് സിൽക്കിൽ വരുന്ന സാറ്റിസ്ഫൈഡ് കുർത്തിയാണ്. അതും ക്രിസ്മസ് കളക്ഷനാണ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് വൈറ്റിൽ റെഡ് കട്ട് ബീഡ്സ് വർക്കാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുന്നത് ബോട്ട് നെക്കാണ് വന്നിരിക്കുന്നത്. യോക്കിലായിട്ട് നല്ല ഭംഗിയുള്ള ബെൽ ഡിസൈനിലാണ്. ബെൽ ഡിസൈനും ലീഫും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഈ സെയിം ഡിസൈനിൽ തന്നെ നമ്മൾ നേരത്തെ ഒരു ഫ്രോക്ക് മോഡൽ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ സ്ലബിലാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. സാറ്റിസ്ഫൈഡ് കുർത്തി വന്നിരിക്കുന്നത്. വിത്ത് ലൈനിങ് ആണ്. ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത്. സ്ലീവ് ഇതേപോലെ 3/4 സ്ലീവ് വരും. സ്ലീവിനായിട്ടും ചെറിയൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൽ ലൈനിങ് ഇല്ല. സ്ലബ് ആയതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല. ടോപ്പിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് 46 ആണ്. ഇത് നമുക്ക് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എൻ്റെ പ്രൈസ് വരുന്നത് 599 ആണ്. നെക്സ്റ്റ് വരുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറാണ്. ഇതാണ് എൻ്റെ ക്ലോസ് വ്യൂ വരുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡിൽ വൈറ്റ് കട്ട് ബീഡ്സ് വർക്കാണ് വന്നിരിക്കുന്നത്. അത് നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ബെല്ലും ലീഫും മിക്സ് ആയിട്ടാണ് ആ ഒരു ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. എൻ്റെ സൈസ് വരുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 599 ആണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ വീണ്ടും കാണാം. താങ്ക് നമ്മുടെ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ഈ വീഡിയോയുടെ അവസാനമായിട്ട് നമ്മളൊരു ഷോർട്ട് വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. പിന്നെ നമുക്ക് 2 കൊറിയർ സർവീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് വരുന്നത് DTDC ആണ്. DTDC ആകുമ്പോൾ കൊറിയർ ചാർജ് വരുന്നത് 50 രൂപയാണ്. 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും DTDC ആണെന്നുണ്ടെങ്കിൽ. പിന്നെ വേറൊരു കാര്യം, DTDC നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്ലേസ് അതിൻ്റെ സർവീസ് ഏരിയ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങളത് ചൂസ് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഇന്ത്യൻ പോസ്റ്റിൻ്റെ സ്പീഡ് പോസ്റ്റ് ആണ് മറ്റൊന്ന് വരുന്നത്. അതിൻ്റെ കൊറിയർ ചാർജ് വരുന്നത് 60 രൂപയാണ്. സ്പീഡ് പോസ്റ്റ് ആകുമ്പോഴേക്കും പോസ്റ്റ്മാൻ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരും. അതെവിടെയാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ പോസ്റ്റ്മാൻ എത്തിച്ചു തരുന്നതായിരിക്കും. 4-5 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. യൂട്യൂബിൽ കൂടി എങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ലാവൻഡർ ടീംസ് ആൻഡ് ട്രെൻഡ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചാനൽ വരും. ചാനലും വീഡിയോസും വരും. അതിൽ നമ്മൾ ചാനൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും അതിൽ കാണാൻ സാധിക്കും. അതിലേത് വീഡിയോ ആണോ വേണ്ടത് അത് പ്ലേ ചെയ്യുക. പ്ലേ ചെയ്യുമ്പോൾ നോർമലി ഒരു അഡ്വർടൈസ്മെൻറ്റ് വരും. അത് സ്കിപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ പ്ലേ ആവുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിൽ താഴത്തേക്ക് ഒരു ആരോ ബട്ടൺ കണ്ടോ, അതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ആവും. നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന 3 മോഡലാണെങ്കിൽ ആ 3 മോഡൽസിൽ എത്ര കളേഴ്സ് ഉണ്ടോ ആ കളേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലിങ്ക്സ് നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണോ വേണ്ടത്, ഇപ്പോൾ ഞാനൊരു ബർഗണ്ടി ഷെയ്ഡ് ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബർഗണ്ടി ഷെയ്ഡാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ആ ബർഗണ്ടി ഷെയ്ഡിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഡയറക്റ്റായിട്ട് ഞാൻ നമ്മുടെ സൈറ്റിലോട്ട് ആ ഒരു പ്രോഡക്റ്റിലേക്കാണ് ഞാൻ പോയത്. അപ്പോൾ അതിൽ കാണാൻ സാധിക്കും 679 ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ചൂസ് ആൻ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു, അവിടെ എക്സൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഡിസേബിൾ ആണ്, അവിടെ കാണുന്നില്ല. അതിനർത്ഥം ആ എക്സൽ എന്ന് പറയുന്ന ഒരു വേരിയേഷൻ നമുക്കത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നാണ് കേട്ടോ.
ബാക്കി അതിൽ ഞാൻ ലാർജ് ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ലാർജ് സെലക്ട് ചെയ്യുമ്പോൾ ലാർജിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് അതിൻ്റെ താഴെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഫാബ്രിക് ഏതാണെന്നും അതിൻ്റെ കളർ ഏതാണെന്നും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കണ്ടു, അതിൻ്റെ തൊട്ടിപ്പുറത്ത് പ്ലസും മൈനസും ഉണ്ട്. ആ സെയിം ഐറ്റം ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. എന്നിട്ട് ഞാനത് ആഡ് ടു കാർട്ട് കൊടുത്തു. എന്നിട്ട് കാർട്ടിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് അവിടെ വന്ന് കിടപ്പുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് കണ്ടോ കണ്ടിന്യൂ ഷോപ്പിംഗ് എന്നുണ്ട്, അപ്ഡേറ്റ് കാർട്ട് എന്നുണ്ട്. കണ്ടിന്യൂ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റും കൂടെ പർച്ചേസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ഷോപ്പിംഗ് കൊടുക്കാം. എനിക്കിപ്പോൾ ഈ ഒരു ഐറ്റം മാത്രം മതി, അതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് കാർട്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബില്ലിംഗ് അഡ്രസ്സ് ആണ്. ബില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഡീഫോൾട്ട് ആയിട്ടൊരു ഫേക്ക് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫേക്ക് അഡ്രസ്സിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സ് കൊടുക്കാം. അതിനുശേഷം താഴത്ത് കണ്ടോ ക്രിയേറ്റ് ആൻ അക്കൗണ്ടും ഉണ്ട്, ഷിപ്പ് ടു ഡിഫറൻറ്റ് അഡ്രസ്സും ഉണ്ട്. അപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സൈറ്റിൽ നിന്നും ഇനിയും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം പുതിയ പുതിയ കളക്ഷൻസ് വരുമ്പോഴും പുതിയ അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഷിപ്പ് ടു എ ഡിഫറൻറ്റ് അഡ്രസ്സ് കൊടുക്കാം. അതാകുമ്പോൾ ഷിപ്പിംഗ് അഡ്രസ്സ് വേറെ കൊടുക്കുക, ബില്ലിംഗ് അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആണ്. ഇപ്പോൾ പേയ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ UPI ഉണ്ട്, കാർഡ് വഴി ചെയ്യാം. ഇപ്പോൾ UPIയിൽ തന്നെ നമുക്ക് ഗൂഗിൾ പേ വരുന്നുണ്ട്, ഫോൺ പേ, പേടിഎം, ഇനി എന്തെങ്കിലും അതർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാനിവിടെ UPI സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. UPI ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് നമ്മുടെ UPI അക്കൗണ്ടിലേക്ക് പോകുന്നു, ആ പേയ്മെൻറ്റ് നടക്കുന്നു. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ പേയ്മെൻറ്റ് ആകുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, നമ്മുടെ പേയ്മെൻറ്റ് ഓക്കെ ആയി. നമ്മൾ പേയ്മെൻറ്റ് അടച്ചു, താങ്ക് യു എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. താഴത്ത് നമ്മുടെ ഓർഡർ നമ്പർ വന്നിട്ടുണ്ട്, അതിൻ്റെ സ്റ്റാറ്റസ് പ്രോസസ്സിംഗ് ആണ്, നമ്മൾ അടച്ച പേയ്മെൻറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ ഓർഡർ കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഇതുവരെ നമ്മൾ കംപ്ലീറ്റ് ആയി